നമസ്കാരം. അടി എന്ന് പറഞ്ഞാൽ അടിയോടടി. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പോലീസും സൈന്യവും ചേർന്ന് നടത്തിയ വമ്പൻ ഓപ്പറേഷൻ. മണിപ്പൂരിലെ 3 ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഗോത്രീയ വിഭാഗമാണെന്ന് വിചാരിച്ചോ? അല്ല, തീവ്രവാദികളെ അടിച്ചൊതുക്കി ചാക്കി കെട്ടി കാലപുരുക്കി അയച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട്. സംഭവം വേറൊന്നുമല്ല, പാവമല്ലേ പോട്ടെന്ന് വിചാരിക്കുമ്പോൾ ഭരണഘടനയിൽ പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ടീമാണല്ലോ, അതായത് അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ഭരണഘടനയിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാതെ അല്ലെങ്കിൽ പ്രത്യേക അമെൻഡ്മെന്റ് കൊണ്ടുവരാതെ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ഒക്കെ അറിയാം. പക്ഷേ എന്നിരുന്നാലും വേണ്ട എന്ന് വെക്കുമ്പോൾ തലക്കേറിയിൽ നിന്ന് മുടിവെട്ടാൻ ശ്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള കോറിയാങ് സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരിലെ ആ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഉടനെ നമ്മുടെ രാജ്യം ഞെട്ടി. മണിപ്പൂരിൽ റോക്കറ്റ് ആക്രമണോ? അത് വെറും റോക്കറ്റ് അല്ല, തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മണിപ്പൂരിൽ കോറിയാങ് സിംഗ് എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രിയുടെ ആ വസതിക്ക് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായപ്പോൾ മണിപ്പൂരിലെ പ്രശസ്ത മെയ്തേയ് ഹിന്ദു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാൾ മരിച്ചും പോയി. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി. ഇതോടുകൂടി അവിടെയുള്ള ചുരാന്ത്പൂർ ജില്ലയിലുള്ള സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചാടി ഇറങ്ങി പട്ട നടി തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മണിപ്പൂരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ രീതിയിൽ അടിച്ചൊതുക്കൽ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. കാരണം മിസൈലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാരൊന്നും നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മിത്രങ്ങളല്ല, മറിച്ച് ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങിയത്. ഇത് പ്രത്യേക നയവും അല്ലെങ്കിൽ ഇനി പ്രത്യേക തരത്തിലുള്ള ഒരു ആനുകൂല്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. 3ാം നരേന്ദ്രമോദി സർക്കാർ കയറുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 2 ടേമിലെ പോലെയല്ല 3ാം നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത്. അത് അടുത്ത 5 കൊല്ലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ്. വലിയ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള അടിയാണ് മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കില്ലേ. കാരണം തങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളായിട്ട് വംശീയമായിട്ടുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങളും അവിടെ നടന്നു വന്നിട്ടുണ്ട്. പല ഗോത്ര വിഭാഗങ്ങളും തമ്മിലുള്ള പല ആക്രമണം. പക്ഷേ ഈ പല ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള പല ക്ഷുദ്രശക്തികളും ഉണ്ട്. നുഴഞ്ഞു കയറിയിട്ടുള്ള എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും നുഴഞ്ഞു കയറിയ, അതായത് നമ്മുടെ ആ മണിപ്പൂരിലേക്ക് നുഴഞ്ഞു കയറിയ പല ആൾക്കാരും അവിടെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ അവിടെയുള്ള ജനങ്ങളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് മണിപ്പൂരിൽ പട നടി തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 3 ബങ്കറുകളാണ് തകർത്തിരിക്കുന്നത്. മു അൽ സാങ് ഗ്രാമത്തിലെ 2 ബങ്കറുകളും ചുരാന്ത്പൂരിലെ ലൈക്ക മുൽ ഔസോ ഗ്രാമത്തിലെ 1 ബങ്കറുമാണ് തകർത്തത്. ബിഷ്ണുപൂർ ACP ഉൾപ്പെടെയുള്ള പോലീസ് സംഘങ്ങൾ പ്രദേശത്തേക്ക് എത്തുകയും തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവർ അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തെങ്കിലും പോലീസ് സംഘം തിരിച്ചടിക്കുകയും ആക്രമണം ചെറുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബിഷ്ണുപൂരിൽ തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സേന തിരച്ചിൽ ശക്തമാക്കിയത്. ചുരാചന്ദ്പൂർ ജില്ലയിലെ മുൽ അൽ സാങ്, ലൈക്ക മുൽ അൽസോ ഗ്രാമങ്ങളിലാണ് വെള്ളിയാഴ്ച സേന ഓപ്പറേഷൻ നടത്തിയത്. സമീപത്തെ മലനിരകളിൽ പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് രണ്ട് മേഖലയാണ്. ഈ മലയിലുള്ള കുക്കികളും താഴ്വാരത്തിലുള്ള മെയ്തികളുമാണ് അവിടെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുന്നത്. അവർക്കിടയിൽ നുഴഞ്ഞു കയറി അതിനെ വലിയ രീതിയിൽ ഊതിപ്പെരിപ്പിച്ച് ആ ഊതിപ്പെരിപ്പിക്കുന്ന തീ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ കത്തിച്ചെടുത്ത് നോർത്ത് ഈസ്റ്റിനെ ഒരു പ്രത്യേക രാജ്യമാക്കാനാണ് പല ആൾക്കാരുടെയും ശ്രമം. ആ പ്രത്യേക രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റിക് ലോബിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റ്, അതായത് ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം, ബർമയുടെ ഒരു ഭാഗം, അതായത് മ്യാൻമറിന്റെ ഒരു ഭാഗം, പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ അങ്ങനെ രാജ്യമാക്കണമെന്ന് പറയുമ്പം ഇന്ത്യയുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ഏതാണ്? അത് നമ്മുടെ ചിക്കൻ നെക്കാണ്, സിലിഗുരി കോറിഡോറാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് പിരിച്ചെടുക്കാൻ പറ്റും എന്ന് പല അന്താരാഷ്ട്ര ശക്തികളും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നോർത്ത് ഈസ്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ
അത് വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നോർത്ത് ഈസ്റ്റിലേക്ക് വലിയ രീതിയിലുള്ള വികസനം വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും മോദിക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടാകും. UPA സർക്കാരിന്റെ കാലത്ത് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാലും വേണ്ടാതെ കിടന്ന കുറേ കൂട്ടം സംസ്ഥാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നോർത്ത് ഈസ്റ്റ് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്. പോരാത്തതിന് ഇറ്റലിയിലെ മമ്മിയാണല്ലോ ഒരുപാട് ഫണ്ടുകൾ ക്രിസ്ത്യൻ മിഷണറികളുടെയൊക്കെ ഇവാഞ്ചലിസ്റ്റിക് ലോബിയുടെയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരുത്തൻ ഒന്ന് കൈ പൊക്കിയാൽ അപ്പം മോദി ചോദിക്കും നിനക്ക് എവിടെ നിന്നാ ഫണ്ട് കിട്ടുന്നതെന്ന് ചോദിക്കും. അനധികൃതമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ മോനെ പൂട്ടും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് മിസോറാമിൽ നമ്മുടെ കുമ്മനം രാജശേഖരൻ ഗവർണറായിട്ട് പോയപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് മിസോറാം എന്ന് പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്. അങ്ങനെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന വർഗീയവാദി അവിടെ ഗവർണറായിട്ട് അവർ അംഗീകരിക്കില്ല എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പൊ തന്നെ പല ആൾക്കാരും ചിന്തിച്ചു, അതിന് മുമ്പേ അറിയാമല്ലോ എങ്കിലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ചിന്തിച്ചു മിസോറാം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്. നോർത്ത് ഈസ്റ്റിലെ പല മേഖലകളും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി മാറിക്കഴിഞ്ഞു. എങ്ങനെ ഇത് മാറി? നോർത്ത് ഈസ്റ്റിനെ ഗ്രാജ്വലി അങ്ങനെ മാറ്റി അവർക്കിടയിൽ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഒരു വികാരം സൃഷ്ടിച്ച് വലിയ വിഘടനവാദികളാക്കി മാറ്റി അവരെ കട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള അമേരിക്കയുടെ ശ്രമമായിരുന്നു അത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ശ്രമിക്കുന്നു? കാരണം ഇന്ത്യ ഒരു വലിയ എക്കണോമിക് പവറായിട്ട് വളരാൻ പാടില്ല. ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പവറായിട്ടും വളരാൻ പാടില്ല. ചൈനയൊക്കെ വളർന്നോട്ടെ, അതിന് അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ചൈനയൊക്കെ എത്ര ചാടിയാലും മുട്ടോളം, അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടിയിലാവുമെന്ന് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ചൈനയിൽ ഏകാധിപത്യമാണ്. ചൈനയിൽ അവിടെ ഇരിക്കുന്ന ഏകാധിപതിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാധിപതി അവിടെ വരും വരെ വേണമെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കാം, പ്രക്ഷോഭം ഉണ്ടാക്കാം, വേണമെങ്കിൽ ചൈനയെ മൂന്നായിട്ട് പിരിക്കാം, അങ്ങനെ പലതും ചെയ്യാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഒരു ഭരണാധികാരി പോയി കഴിഞ്ഞാൽ ഡെമോക്രസിയാണ്. നമ്മൾ വേറൊരാളെ കൊണ്ടുവരും, അതിലും ശക്തനായിട്ടുള്ള ഒരാളെ. അത് വലിയ രീതിയിൽ അമേരിക്ക എന്ത് ചെയ്യുന്നു? ചൊടിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്ക നമുക്കിടയിൽ ഒരു പപ്പറ്റ് സർക്കാരിനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ സെലൻസ്കി ആയിട്ട് പരിണമിച്ച ആ സാഹചര്യത്തിൽ അമേരിക്ക ചുവട് മാറ്റി കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരാളെ പൊടുന്നനെ ഉയർത്തിക്കൊണ്ടുവന്നു. കെജ്രിവാൾ ആണെങ്കിൽ ഇപ്പൊ മാങ്ങ നിന്നുകൊണ്ട് ജയിലിൽ കിടക്കുന്നു. അങ്ങനെയാണ് കെജ്രിവാളിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റിന് നരേന്ദ്രമോദി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് തമിഴ്നാട് കേരളവും മോദി ഇത്ര ശ്രദ്ധ കൊടുക്കാത്തത്? ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഗ്രാജ്വലി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ അപ്പുറവും ഇപ്പുറവും അതിർത്തികളില്ല, കടലാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ചുറ്റിക്കിടക്കുന്നത് മുഴുവൻ നമ്മുടെ അതിർത്തി രാജ്യങ്ങളുടെ ചുറ്റുമാണ്. മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ചുറ്റുമാണ്. ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ചുറ്റും. അങ്ങനെ അതിർത്തിയിലുള്ള രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട നോർത്ത് ഈസ്റ്റിലേക്ക് അതിർത്തി രാജ്യങ്ങളുടെ കൈകടത്തൽ ഉണ്ടാകാതിരിക്കാൻ അവിടെ BJP സർക്കാർ വേണം. നമ്മുടെ നയം അവിടെ നടപ്പാക്കാൻ BJP സർക്കാർ വേണം. അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മയെ കൊണ്ടുവന്നു. നോർത്ത് ഈസ്റ്റ് മുഴുവൻ കാവി എണിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് അവർക്ക് വികസനങ്ങൾ കൊടുക്കണം. കാരണം ഈ ഇന്ത്യ വിരോധികളായിട്ട് അവർ വളരാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെതാണ്, ആ ഭാഗമാണ് നിങ്ങളും, നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളാണ് നിങ്ങളും എന്ന് പറഞ്ഞ് നാഗാലാൻഡിലടക്കം ഇന്ത്യൻ കൊടി പോലും ഉയർത്താൻ പറ്റത്തില്ലായിരുന്നു. അവിടെ അടക്കം BJP ഭരണം പിടിച്ച് ഇന്ത്യൻ കൊടി ഉയർത്തി അവിടെയുള്ള വിഘടനവാദികളെയൊക്കെ അടിച്ചൊതുക്കി, അവിടെയുള്ള മാവോയിസ്റ്റുകളെയൊക്കെ അടിച്ച് മ്യാൻമറിലോട്ട് ഇറക്കി, മ്യാൻമറിനകത്ത് കയറി അടിച്ച് അങ്ങ് ദൂരെ കൊണ്ടുപോയി ഇനി ഈ ഏരിയയിൽ വന്നാൽ പെട്ടി അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളിലേക്ക് വലിയ വികസനം വന്നു. ത്രിപുര അടക്കം BJP പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാം കഴിഞ്ഞ ശേഷം നോർത്ത് ഈസ്റ്റിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം. നോർത്ത് ഈസ്റ്റിൽ വലിയ രീതിയിൽ റബ്ബർ പ്ലാന്റേഷൻ വരികയാണ്. നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾക്കും അവിടെയുള്ള ജനങ്ങൾക്ക് റബ്ബർ നട്ടുപിടിപ്പിച്ച് അവരെ ആ കൃഷിയിലോട്ട് തിരിച്ച് അവർക്കൊരു ഉപജീവന മാർഗവും കൊടുക്കാനായിട്ട് വലിയ രീതിയിൽ റബ്ബർ ആത്മയുമായിട്ട് ചേർന്ന് സെൻട്രൽ ഗവൺമെന്റ് നടത്തുകയാണ്. ഉടനെ അമേരിക്കയും UK ചേർന്ന് ഒരു ബില്ല് കൊണ്ടുവന്നു. ഇനി മുതൽ നമുക്ക് ഡീഫോറസ്റ്റേഷൻ നടത്തി അല്ലെങ്കിൽ മരങ്ങളെ ചൂഷണം ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിന് നികുതി കൂട്ടും. എന്തുകൊണ്ട് അമേരിക്ക ഇത് കൊണ്ടുവന്നു? അവരുടെ ലക്ഷ്യം നമ്മുടെ നോർത്ത് ഈസ്റ്റ് ആണ്. ഈ ബില്ല് ഇപ്പോൾ വന്നെങ്കിലും 2-3-4 വർഷം കഴിയുമ്പോൾ, പോട്ടെ ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ക്രൂക്കറ്റ്നെസ് മനസ്സിലാവും. കാരണം ആ സമയത്ത് ലക്ഷ്യം വെക്കുന്നത് നോർത്ത് ഈസ്റ്റിനെയാണ്. അത് വെച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റിനെ അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് മണിപ്പൂരിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ഈ അടിയും പിടി അക്രമം എന്നൊക്കെ പറയുന്നത്. അതിന് വളം വെച്ച് കൊടുത്തതാകട്ടെ 60 കൊല്ലം ഭരിച്ച കോൺഗ്രസ് സർക്കാർ. കാരണം ഇവരവിടെ ഒന്നും ചെയ്തില്ല. ഇവരവിടെ ഇവാഞ്ചലിസ്റ്റിക് ലോബിയെ അഴിച്ചു വിട്ടു. ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്നു, ഒന്നും ചെക്ക് ചെയ്തില്ല. കൃത്യമായിട്ട് നോർത്ത് ഈസ്റ്റിനെ ക്രിസ്ത്യൻ വൽക്കരിച്ചു. അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് ഈ ഗതിയിലോട്ടായി പോയത്. തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിച്ചിരിക്കും. മണിപ്പൂരിലടക്കം അടി തുടങ്ങിക്കഴിഞ്ഞു. ക്ലീൻ ആക്കിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കിയിട്ടേ പോകും. 5 കൊല്ലം മാത്രമേ ഇനി നരേന്ദ്രമോദി ഇരിക്കുകയുള്ളൂ എങ്കിൽ, 5 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങേറ്റ് സന്യസിക്കാൻ പോവുമെങ്കിൽ ഉറപ്പായിട്ടും നോർത്ത് ഈസ്റ്റ് അട്ടപ്പൊട്ടെല്ലാം ക്ലീൻ ആക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ തുടക്കമാണ് നോർത്ത് ഈസ്റ്റിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ അടി എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ശരി.